ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. മുകുന്ദമാലയെ പറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുലശേഖര ആൾവാർ എഴുതിയ മുകുന്ദമാലയിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങേ കീർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞു. 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാൻ ജയിക്കട്ടെ, മോക്ഷപ്രദനായ ഭഗവാൻ ജയിക്കട്ടെ, ഭഗവാൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞു. 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവണേ ഭഗവാനേ എന്ന് പറഞ്ഞു. 4-ാമത്തെ ശ്ലോകം വായിക്കാം. നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വമദ്വന്ദ്വഹേതോഃ കുംഭീപാകം ഗുരുമഭിഹരേ നാരകം നാവനേതും രമ്യാരാമാ മൃദുതനോലതാ നന്ദനേനാഭിരന്തും ഭാവേ ഭാവേ ഹൃദയഭവനേ ഭാവേയം ഭവന്തം. അല്ലയോ ഭഗവാനെ, അദ്വൈതമോക്ഷം നേടാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. പിന്നെ എന്താണുള്ളത്? ഈ കുംഭീഭാഗം എന്ന ഭാഗവതത്തിൽ പറയും, ധാരാളം നരകമുണ്ട്. അതിലൊന്നാണ് കുംഭീഭാഗം. ആ കുംഭീഭാഗം എന്ന നരകത്തിലേക്ക് പോകാനുള്ള ഗുണങ്ങളോ, നരകത്തിലേക്ക് പോകാനുള്ള ഗുണങ്ങളല്ല, നരകത്തിലേക്ക് പോകാനുള്ള ആഗ്രഹമോ അല്ല, സ്വർഗത്തിലേക്ക്, ഭഗവാന്റെ ദേവേന്ദ്രൻ്റെ നന്ദനവനത്തിലേക്ക്, അവിടെയുള്ള സുന്ദരികളായ സ്ത്രീകളുമായിട്ട് രമിക്കാനോ ഒന്നും, അതായത് സ്വർഗത്തിൽ പോകാനോ നരകത്തിൽ പോകാനും എനിക്ക് ആഗ്രഹമില്ല ഭഗവാനെ. പിന്നെ എന്തിനാണ് ആഗ്രഹമുള്ളത്? ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കാനും ഭഗവാന്റെ ചരണാരവിന്ദം നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു കാണണമേ. ആ ഹൃദയകമലത്തിൽ തെളിഞ്ഞു കണ്ട് ആ പാതാരവിന്ദത്തെ സ്മരിക്കുവാനുള്ള യോഗമുണ്ടാക്കി തരണേ എന്നാണ് കുലശേഖര ആൾവാർ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഭൗതികങ്ങളായ സുഖങ്ങളൊന്നും എനിക്ക് ആഗ്രഹമില്ല. ആധ്യാത്മിക സാക്ഷാത്കാരത്തിനായി ഈശ്വര ഭജനത്തിൻ്റെ ലക്ഷ്യം, ആധ്യാത്മിക സാക്ഷാത്കാരമാണ് ഈശ്വര ഭജനത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ജപധ്യാനങ്ങളെല്ലാം അതിനു മാത്രം വേണ്ടി ആയിരിക്കണം ഭഗവാനേ എന്ന് കുലശേഖര ആൾവാർ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്കും അതുപോലെ പ്രാർത്ഥിക്കാം, ഭഗവാനിലുള്ള ഭക്തി നിലനിർത്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ.